അപ്പോൾ കേരള മോഡലിനെ ആർത്ഥത്തിൽ നിലനിർത്തിയത് ഈ റെമിറ്റൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് റെമിറ്റൻസ് ആണ്. കുറഞ്ഞ വരുമാനമുള്ളപ്പോഴും ഉയർന്ന സാമൂഹിക വികസനം ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും സാധ്യമാവുന്നു എന്നുള്ളതാണ് കേരള വികസന മാതൃകയുടെ ഒരു അന്തഃസത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇത് സാധ്യമാകുമോ എന്ന ഒരു വിഷയം വരുന്നു. അപ്പോൾ കെ ജോർജിനെ പോലുള്ളവർ പറയുന്നു സാധ്യമാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല, പക്ഷേ അതിന് വേണ്ടുന്ന പണം നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ സമാഹരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴത്തേക്കിലും നമ്മൾ റെമിറ്റൻസിൻ്റെ ഒരു വലിയൊരു ഫ്ലോ ഉണ്ടാവും. ആ റെമിറ്റൻസ് ഫ്ലോ വന്നപ്പോൾ ഈ കേരള എക്കോണമിയെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾ പറഞ്ഞതുപോലെ വലിയൊരു ലോങ് സ്റ്റാഗ്നേഷനാണ്. ഇപ്പോൾ 60കളും 70കളുടെ പകുതി വരെ എടുത്താൽ കേരള എക്കോണമിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഒരു 1% ഒക്കെ വരും. അതിന് ശേഷമുള്ള 10-15 വർഷം എടുത്താലും ആക്ച്വലി ആ ഗ്രോത്ത് ഒന്ന് കുറയുന്നുണ്ട് ഒരു സമയത്ത്. അപ്പോൾ മൊത്തത്തിൽ ഇത് സസ്റ്റെയിൻ ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയും അത് ഒരു വലിയൊരു പരിധിവരെ ശരിയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കേരള മോഡൽ മൃതമായി പോയനെ ഈ റെമിറ്റൻസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരള മോഡലിനെ ആർത്ഥത്തിൽ നിലനിർത്തിയത് ഈ റെമിറ്റൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് റെമിറ്റൻസ് ആണ്.